ഹായ് ഹലോ എല്ലാ ചങ്കുകൾക്കും മഴവിൽ ലൈഫിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ബേറിലുള്ള ഒരു ചീരയും ചീര മുട്ടക്കോസ് അതിനൊക്കെ തന്നെ ബീട്രൂട്ട് അതിൻ്റെയൊക്കെ ഒരു തോട്ടമാണ് കാണിക്കുന്നത്, ഒരു കൃഷി സ്ഥലമാണ് കാണിക്കുന്നത്. എൻ്റെ കമ്പനിയുടെ അടുത്താണ് ഈ കൃഷിസ്ഥലം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ ചീരയൊക്കെ മേടിക്കുന്നേക്കാളും വില കുറച്ച് നമുക്ക് കിട്ടും. അത് ഒരുപാട് കിട്ടും, നമുക്ക് തന്നെ പറിച്ചെടുത്തിട്ട് അവർ പൈസ നമ്മൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ 100 വിൽസൊക്കെ ആയിരിക്കും അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഈ 100 വിൽസിൻ്റെ പകുതി പോലും കിട്ടത്തില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു കൃഷി സ്ഥലമാണ് നിങ്ങളുടെ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെയൊക്കെ എന്തൊക്കെ നട്ടിട്ടുണ്ടെന്നാണ് അവർ പറയണത്. ഇവിടെയൊക്കെ നട്ടയൊക്കെയാണ്, അതിൽ വെള്ളം വീത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ അപ്പുറത്തൊക്കെ നിന്ന്. അപ്പുറത്തോട്ടൊക്കെ വെള്ളച്ചീരയൊക്കെ അവിടെ പായക്കണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ എവിടെ നോക്കിയാലും ഇതിനൊക്കെ ചീര, അങ്ങനെ മുട്ടക്കോസ്, അതിനൊക്കെ തന്നെ ക്യാരറ്റ്, ഇതൊക്കെ നട്ടിട്ടുണ്ടെന്നാണ് അവർ പറയണത്. അതൊക്കെ അതിൻ്റെ സീസണായി വരണേ ഉള്ളതെന്നാണ് പറയണത്. അത് കണക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇപ്പോൾ വന്നിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ ഈ മുട്ടക്കോസും ഈ ചീരയും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് മേടിച്ചതാണ്. ഒരാളെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്ര മേടിച്ചോളൂ. അപ്പോൾ അവരെൻ്റെ ചോദിച്ചു ഇതിൻ്റെ വേണമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒരാളെ ഉള്ളൂ, കൊണ്ടുവച്ച് നല്ലതായി പോകും, തീരുമ്പോൾ ഞാൻ വന്ന് മേടിച്ചോളാമെന്ന് പറഞ്ഞ്. എൻ്റെ കമ്പനിയുടെ അടുത്താണ് ഈ സ്ഥലം. നാട്ടിലേക്ക് കനാൽ ചെറിയ തടം എടുത്തിട്ട് വെള്ളം വിട്ട കണക്ക് ഇവിടെ വെള്ളം വിട്ടേക്കണ കാണാം. ഈ ബംഗാളികളാണ് ഇവിടെ പണിയുന്നത്. ഈ ബംഗാളി, ഈ വായു, അത് കണക്കിനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് 4-5 ബംഗാളികൾ അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സ്ഥിരം വരണമുണ്ട്, ഇവർക്കൊക്കെ എന്നെ അറിയാമെന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. വൈഫുള്ള സമയത്ത് എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വരുന്നുണ്ടായിരുന്നു സാധനം മേടിക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇന്നാൾ വന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചു ഇത്ര നാൾ എന്ത് വരാത്തതെന്നൊക്കെയാണ് പുള്ളി എൻ്റെ ചോദിച്ചത്. നിങ്ങളിവിടെ കാണാം വെള്ളം, നമ്മുടെ നാട്ടിലെ തോടൊക്കെ വരി വെള്ളം പോകും കണക്ക് ഇവിടെ വെള്ളം പോകുന്നു. നിങ്ങളിവിടെ കാണാം ചീര, ഇതാണ് ചീര. ഒരുപാട് ചീര ഉണ്ട്. ചീര ഇങ്ങനെ തടമിട്ട് ഒരുപാട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഇവരിങ്ങനെ മോട്ടർ അടിച്ച് നമ്മളെ ഈ ചെറിയ തോട് കണക്ക് വെള്ളം ഇങ്ങനെ വിട്ടിട്ടുണ്ട് എല്ലായിടത്തേക്കും. നേരം തരുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ നിൽക്കണ നല്ല രസമുണ്ട്. ചീര നിൽക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ചീരയാണ്. അപ്പോൾ അടുത്ത മാസം 2 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ സീസൺ ആവുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്.